വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിലെ 13-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് വായിപ്പാൻ ഞാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. റെവലേഷൻ ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 13. തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചന നിമിത്തവും പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടു. ഡൊമിനിഷ്യൻ ചക്രവർത്തിയാല് വളരെയധികമായി പീഡിപ്പിക്കപ്പെട്ട് നാടുകടത്തപ്പെട്ടവനായിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായി എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. താന് വളരെ പാറക്കെട്ടുകടന്ന നടുവില് ചൂട് വളരെ ശക്തമായിട്ട് ചൂടിന്റെ നടുവില് യാതൊരുവിധമായിരിക്കുന്ന തണുപ്പിക്കുന്ന അനുഭവങ്ങൾ ഇല്ലാത്തതായ സ്ഥാനത്ത് വളരെ പ്രയാസകരമായിരിക്കുന്ന സ്ഥാനത്ത് താൻ ആയിരിക്കുമ്പോൾ പകൽ അന്ത്യോളമുള്ള ആ കഠിനമായിരിക്കുന്ന അധ്വാനം കൊണ്ട് തന്റെ ശരീരം തളർത്തപ്പെട്ട് ഇരുന്നുവെങ്കിൽ തന്നെയും ഒരു കർത്തൃ ദിവസം താൻ കടന്നു വന്നപ്പോൾ ദൈവസന്നിധിയിൽ താൻ ഇരിപ്പാനായിട്ട് ആഗ്രഹിക്കുകയുണ്ടായി. അവിടെയാണ് പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു പ്രവചന പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം സഭയ്ക്ക് നൽകുവാനായിട്ട് കാരണമായിരുന്നത്. ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് വേണ്ടി നാം കഷ്ടം അനുഭവിക്കുമ്പോൾ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട്, പ്രയാസങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട്, അനുകൂലമല്ലാത്ത സാഹചര്യത്തിൽ നാം നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി നാം ജീവിക്കുവാനുമായിട്ട്, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഒരു സ്റ്റെപ്പ് നാം എടുക്കുമ്പോൾ മറന്നു കളയരുത്, ഒരു വലിയ അനുഗ്രഹം അതിന് തൊട്ട് പിന്നാലെയുണ്ട്. ദൈവത്തിന് വേണ്ടി കഷ്ടം അനുഭവിച്ചുകൊണ്ട് ഏത് കഷ്ടതയുടെയും മധ്യത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കണം എന്നുള്ളതായിരിക്കുന്ന തന്റെ മക്കളുടെ താല്പര്യം, അതിനെ സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം മാനിക്കുന്ന ദൈവമാകുന്നുവെന്ന് ആദ്യമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു സ്തേഫാനോസിന്റെ ജീവിതത്തില് തന്നെ കല്ലെറിയുവാനായിട്ട് ജനം ഒരുക്കപ്പെട്ട് നിൽക്കുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ താൻ മരിക്കപ്പെടുവാൻ കാരണമായി തീരും. എന്നാൽ സ്തേഫാനോസിന്റെ കൺമുൻപില് ഈ ചുറ്റുപാട് നിൽക്കുന്ന കല്ലുകൾ എടുത്തുകൊണ്ട് നിൽക്കുന്ന ജനങ്ങളെ അല്ല സ്തേഫാനോസ് കാണുന്നത്. പിന്നെയോ താൻ സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വമാണോ താൻ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രതികൂലങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ ദൈവത്തിന്റെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സാഹചര്യങ്ങൾ കാണുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സാഹചര്യങ്ങൾക്ക് അപ്പുറമായിട്ട് പ്രവർത്തിക്കുന്നവനാകുന്ന ദൈവത്തിന്റെ മുഖത്തേക്ക് നാം നോക്കുന്നുവെങ്കിൽ അവിടെയാണോ ദൈവമഹത്വം നമുക്ക് വെളിപ്പെടുവാനായിട്ട് കാരണമായിരിക്കുന്നത്. യോഹന്നാൻ അപ്പോസ്തലൻ തന്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ നിന്നുകൊണ്ട് പത്മോസ് ദ്വീപിൽ താൻ ആയിരിക്കുമ്പോൾ താൻ ദൈവ സന്നിധാനത്തിൽ സമയം ചെലവഴിപ്പാൻ തനിക്ക് ഉള്ളിൽ പ്രേരണ ഉണ്ടാകുകയും അതിനനുസരണമായിട്ട് ദൈവത്തിന്റെ സന്നിധാനത്തിൽ സമയം ചെലവഴിപ്പാൻ തനിക്ക് സാധ്യമായി തീർന്നു. ആ സമയത്തെ സ്വർഗ്ഗസ്ഥനായിരിക്കും ദൈവം മറന്നു കളഞ്ഞില്ല. കർത്താവായ യേശുക്രിസ്തു തന്നെ യോഹന്നാൻ അപ്പോസ്തലന് വെളിപ്പെടുത്തുന്നതാണോ നമ്മുടെ ചിന്തയ്ക്ക് അധീനമായിരിക്കുന്ന ഭാഗമായിരിക്കുന്നത്. പ്രധാനമായിട്ട് വെളിപ്പാട് പുസ്തകത്തെ 3 പ്രധാനപ്പെട്ട പാർട്ടുകളായി തിരിക്കുവാൻ സാധിക്കും. അതിന്റെ 19-ാമത്തെ വാക്യപ്രകാരം പറയുന്നു, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും. നീ കണ്ടതാണോ 1-ാമത്തെ ഭാഗം, ഇപ്പോൾ ഉള്ളതാണോ 2-ാമത്തെ ഭാഗം, ഇനി സംഭവിപ്പാൻ ഇരിക്കുന്നതാണോ 3-ാമത്തെ ഭാഗം. നീ കണ്ടത് എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയും, ഇപ്പോൾ ഉള്ളത് കർത്താവായ യേശുക്രിസ്തു ആ പർട്ടിക്കുലർ യോഹന്നാനോ ഈ വെളിപ്പാട് നൽകുന്നതായ സമയത്ത് അന്ന് ആസിയയിലുണ്ടായിരുന്ന 7 സഭകളെ കുറിച്ചും അതോടൊപ്പം തന്നെ 4-ാം അധ്യായം മുതൽ, അതാണ് 2-3 അധ്യായങ്ങൾ വെളിപ്പെടുത്തുന്നത്. 4-ാം അധ്യായം മുതൽ ഇനി സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അഥവാ സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിന് ശേഷമായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുകയാണ്. നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി നിൽക്കുന്നത് അതിന് 1-ാം അധ്യായമാണ്. യോഹന്നാൻ അപ്പോസ്തലൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ കാണുകയാണ്. എങ്ങനെയാണ് യോഹന്നാൻ കാണുന്നത്? ഒരു വലിയ ശബ്ദം തന്റെ പിന്നിൽ കേൾക്കുന്നു. ആ ശബ്ദം കേട്ടത് അനുസരണമായിട്ട് ആ ശബ്ദം കേട്ട ഇടത്തോട്ട് താൻ തിരിയുമ്പോൾ താൻ കാണുന്നത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമാണോ യോഹന്നാൻ അപ്പോസ്തലൻ കാണുന്നത്? താൻ കണ്ടത് ഇപ്രകാരമാണ്. താൻ തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളെ താൻ കാണുവാനായിട്ടിടയായിത്തീർന്നു. നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച്
മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവൻ. എന്താണ് നിലവിളക്ക്? എന്താണ് നക്ഷത്രങ്ങൾ? അവിടെ താഴത്തെ വാക്യം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ നീ കണ്ട 7 നക്ഷത്രം എന്ന് പറയുന്നത് 7 സഭകളുടെ ദൂതന്മാരാകുന്നു. അഥവാ സഭകളുടെ ദൂതന്മാരുടെ നടുവിൽ നിൽക്കുന്നവനാകുന്ന കർത്താവായ യേശു. 7 എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ ഒരു പൂർണ്ണതയെ ചൂണ്ടിക്കാണിക്കുന്നു. അഥവാ സഭ അതിന്റെ പൂർണ്ണത. എന്നാൽ കർത്താവായ യേശുവിന്റെ പൊസിഷൻ എവിടെയും ചിന്തിക്കുമ്പോൾ സഭയുടെ നടുവിലാണ്. 7 സഭ അഥവാ പൂർണ്ണമായിരിക്കുന്ന സഭയുടെ നടുവിൽ കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ പ്രത്യയമായിരിക്കുന്ന വസ്ത്രത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഒരു നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി. അപ്പോൾ ഒരു നിലയങ്കി താൻ ധരിച്ചിട്ടുണ്ട്, മാറത്ത് താൻ പൊൻകച്ച കെട്ടിയതാണ്. വെളിപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അത് ഒരു അലങ്കാരികമായിരിക്കുന്ന ഭാഷയിലാണ് വെളിപ്പാട് പുസ്തകം എഴുതപ്പെട്ടിരിക്കുന്നത്. അത് മറ്റ് വേദവാക്യങ്ങളുമായിട്ട് വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള സംഭവങ്ങളുമായിട്ട് വിഷയങ്ങളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ എന്താണോ അതിന്റെ വിഷയമെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പുറപ്പാട് പുസ്തകം 28-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം മോശ മുഖാന്തരമായിട്ട് കൽപ്പന കൊടുക്കുന്നതായ സമയത്ത് ദൈവം ഇപ്രകാരം പറയുണ്ടായി, അഹരോനെ മഹാപുരോഹിത ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കേണ്ടതിന് അവന് വേണ്ടി ഒരു വിശുദ്ധ വസ്ത്രം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണ്. ആ വസ്ത്രത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മനോഹരമായിരിക്കുന്ന നിലയങ്കി താൻ ധരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ തന്റെ മാറത്ത് ഒരു പൊൻകച്ച താൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കർത്താവായ യേശുവിനെ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ആരായിട്ട് ചൂണ്ടിക്കാണിക്കുന്നു ചിന്തിക്കുമ്പോൾ പഴയ നിയമത്തില് അഹരോന് ദൈവം കൊടുത്ത പൗരോഹിത്യ വസ്ത്രത്തോടുകൂടെ ഉപമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അഥവാ അഹരോൻ പഴയ നിയമത്തില് ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വന്നതുപോലെ ഇവിടെ നാം കാണുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയാണ്. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ കിഴക്കുന്ന വിദ്വാൻമാർ കടന്നു വന്നുവെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു. അവർ കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തുവിന് മുൻപിൽ പൊന്ന്, മൂര്, കുന്തിരക്കം ഇത് 3ഉം കാഴ്ചവെക്കുവാനായിട്ട് കാരണമായി തീർന്നു. ഇത് 3ഉം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം എന്തിനു വേണ്ടി അയച്ചുവോ ആ അയച്ചതായിരിക്കുന്ന സ്ഥാനത്ത് യേശുക്രിസ്തു ചെയ്യേണ്ടതായിരിക്കുന്ന 3 വിധ ശുശ്രൂഷകളെ അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. പൊന്ന് വെളിപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ രാജവാഴ്ചയെ വെളിപ്പെടുത്തുകയാണ്. വേദപുസ്തകം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു ഈ ലോകം ഇപ്രകാരം മുൻപോട്ട് കടന്നു പോകുകയും തുടർന്ന് കർത്താവായ യേശുക്രിസ്തുവും തന്റെ വിശുദ്ധന്മാരും കൂടെ ഒലിവുമലയിൽ കാല് ചവിട്ടുകയും അന്ന് ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് 2ആയിട്ട് ചിന്തപ്പെടുകയും അതിനുശേഷമായിട്ട് യേശുക്രിസ്തു ഒരു രാജഭരണം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാൻ പോകുകയാണ്. ഒരു ഏകാധിപതിയാകുന്ന യേശു ഈ ഭൂമിയിൽ രാജവാഴ്ച തുടങ്ങുവാൻ പോകുന്നു. അതെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനത്തിങ്കൽ വിദ്വാൻമാർ പൊന്ന് കാഴ്ചവെച്ചത് യേശു കടന്നു വരുവാൻ പോകുന്ന ഒരു രാജവാഴ്ചയെ അത് ചൂണ്ടിക്കാണിക്കുന്നു. 2 കർത്താവായ യേശുക്രിസ്തുവിന്റെ മുൻപിൽ മൂര് കൊണ്ടുവന്ന് കാഴ്ചവെക്കുന്നുണ്ട്. എന്താണ് മൂര് വെളിപ്പെടുത്തുന്നത്? മൂര് വെളിപ്പെടുത്തുന്നത് ഒരു പ്രവചന ശുശ്രൂഷൻ, പ്രവാചക ശുശ്രൂഷയെ വെളിപ്പെടുത്തുകയാണ്. അഥവാ കർത്താവായ യേശുക്രിസ്തു ഒരു പ്രവാചകനാണ്. യേശുക്രിസ്തു ഒരു പ്രവാചകൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഏത് സമയത്താണ് യേശു പ്രവാചകനായിരുന്നത്? പ്രവാചകൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവൻ. ദൈവത്തിന്റെ വാക്ക് അതാണ് പ്രവചനം. മനുഷ്യന്റെ സ്വന്തം ഹിതപ്രകാരം, സ്വന്തം ഇഷ്ടപ്രകാരം കടന്നു വരുന്ന വാക്കുകളല്ല പ്രവചനം എന്ന് പറയുന്നത്. പിന്നെയോ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രേരിതമായിട്ട് ദൈവം തന്നെ നൽകുന്നതായിരിക്കുന്ന വാക്കുകളാണ് പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഒരു പ്രവാചകനാകുന്നുവെന്ന് തന്റെ ജനനത്തിന്റെ സമയത്ത് വെളിപ്പെടുത്തിയപ്പോൾ ഏത് സമയത്ത് യേശു ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായിത്തീർന്നു? കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തില് താൻ ജീവിച്ചതായിരിക്കുന്ന സമയത്ത് തന്റെ ജഡത്തോടുകൂടെ താൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ, അഥവാ താൻ ഈ ലോകത്തിൽ ജീവിച്ച 33.5 വർഷക്കാലത്തിൽ തന്റെ 30-ാമത്തെ വയസ്സിൽ പരസ്യ ശുശ്രൂഷയിലേക്ക് കടക്കപ്പെടുകയും തുടർന്നുള്ള 3.5 വർഷക്കാലം കർത്താവായ യേശുക്രിസ്തു ഒരു പ്രവചന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്താണ് പ്രവാചകന്റെ ദൗത്യം? ദൈവത്തോട് നിരന്നുകൊള്ളുവാൻ, ലോകത്തിന്റെ ജനത്തെ ബോധിപ്പിക്കുന്നതാണ്
പ്രവാചക ദൗത്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സകല അത്ഭുതങ്ങളും കർത്താവായ യേശു ചെയ്ത സകല അടയാളങ്ങളെയും ഒരു പ്രാധാന്യത എന്ന് പറയുന്നത് ജനത്തെ ദൈവത്തിലേക്ക് നടത്തുവാൻ, അഥവാ ഈ ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, ജീവനുള്ള ദൈവമെന്നും ആ ദൈവത്തെയാണ് നാം വിളിക്കേണ്ടതെന്നും യേശുവിന്റെ ശുശ്രൂഷയുടെ മധ്യത്തിലോ വെളിവാക്കുവാനായിട്ട് കാരണമായി തീർന്നു. കർത്താവായ യേശു ക്രിസ്തു കനാവിലെ കല്യാണ വിരുന്നിലോ വെള്ളം വീഞ്ഞാക്കുന്നതായ സമയത്ത് യേശു ക്രിസ്തു ദൈവത്തിന്റെ പതിനിപ്പാരം പറയുന്നു, തന്റെ മഹത്വം യേശു വെളിപ്പെടുത്തി. യേശു തന്റെ മഹത്വമാണ് അവിടെ വെളിപ്പെടുത്തിയത്. ജനം കുടിച്ചവർ അത് നല്ല വീഞ്ഞ് എന്ന് പറഞ്ഞുവെങ്കിൽ അത് നല്ല വീഞ്ഞ് കുടിക്കുവാനുള്ള ഒരു ഭൗതികമായിരിക്കുന്ന ഒന്നായിരുന്നില്ല. അതിനപ്പുറമായിട്ട് യേശു ക്രിസ്തു ദൈവത്തിന്റെ തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുവാനായിട്ട് കാരണമായി തീർന്നു. എന്തോ യേശു തന്നെയാണോ വാസ്തവത്തിൽ ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളതോ ആ ഒരു വിഷയത്തിൽ കൂടെ വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തുവിന്റെ ഏതോ അത്ഭുതങ്ങൾ നമ്മൾ പഠിച്ചാലും ഏത് അത്ഭുതങ്ങളും കർത്താവായ യേശു ക്രിസ്തു വാസ്തവത്തിൽ ദൈവം എന്നുള്ളതോ യേശു സർവശക്തൻ എന്നുള്ളതോ വെളിപ്പെടുത്തുന്നതാകുന്നുവെന്നോ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യേശുവിന്റെ ഈ ലോകത്തിലെ ശുശ്രൂഷ പ്രവചന ശുശ്രൂഷയാകുന്നുവെന്ന് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ മൂന്നാമതായിട്ട് യേശു ക്രിസ്തുവിന്റെ ജനനത്തികൾ കൊണ്ട് കാഴ്ചവെച്ചതാണ് കുന്തിരുക്കം എന്ന് പറയുന്നത്. എന്താണ് കുന്തിരുക്കം ചൂണ്ടിക്കാണിക്കുന്നത്? അത് ഒരു പൗരോഹിത്യ ശുശ്രൂഷയെ ചൂണ്ടിക്കാണിക്കുന്നു. അഥവാ യേശു ക്രിസ്തുവിന് ഒരു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മൾ പഠിക്കുമ്പോൾ എബ്രായ ലേഖനം ഇപ്രകാരം പറയുന്നു, നമുക്ക് വേണ്ടി ഒരു നല്ല മഹാപുരോഹിതൻ സ്വർഗ്ഗത്തിൽ പിതാവിന്റെ വലത് ഭാഗത്ത് ഉണ്ട്. എന്താണ് ആ പുരോഹിതൻ? മറ്റുള്ള അഹ്റോനെ പോലെയുള്ള ഒരു പുരോഹിതൻ അല്ല, പിന്നെയോ വാസ്തവത്തിൽ ഒരു നല്ല പുരോഹിതൻ, എന്നേക്കും നിൽക്കുന്ന ഒരു മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത് ഭാഗത്ത് നിൽപ്പുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ എവിടെ തുടങ്ങി? എന്താണ് യേശു ചെയ്യുന്നത്? യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗ്ഗത്തില് പിതാവിന്റെ മുൻപിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറഞ്ഞു വായിക്കട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരുപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനാകുന്ന യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. കർത്താവായ യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കൽ നിൽക്കുകയാണ്. എന്തിനു വേണ്ടി നിൽക്കുന്നു? നമ്മുടെ പാപത്തിന് വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ പാപത്തിന് വേണ്ടി യേശു പിതാവിന്റെ അടുക്കൽ നിൽക്കുന്നത് എന്തുകൊണ്ട് നിൽക്കുന്നു? അവിടെ പറയുന്നത് നമ്മൾ ആരെങ്കിലും പാപം ചെയ്തുവെങ്കിൽ ധൈര്യത്തോടുകൂടെ അവന്റെ അടുക്കിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ മുൻപിലേക്ക് എങ്ങനെ നമുക്ക് കടന്നു പോകാൻ സാധിക്കും? യേശു ക്രിസ്തു എന്ന ഏക കാര്യസ്ഥൻ പിതാവിന്റെ വലത് ഭാഗത്ത് നിൽക്കുകയാണ്. എന്തിനു വേണ്ടി യേശു ക്രിസ്തു പിതാവിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നു? നമുക്ക് ദൈവത്തിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം യേശു അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? യേശു നമുക്ക് വേണ്ടി നിന്നുകൊണ്ട് പക്ഷപാതം ചെയ്യുന്നു. ഒരു മഹാപുരോഹിതന്റെ ജോലി, ഒരു പുരോഹിത ശുശ്രൂഷയുടെ ജോലി എന്താണ്? എബ്രായ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നാം ഇപ്രകാരം കാണുന്നുണ്ട്, മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് പുരോഹിതനും ദൈവത്തിന് വേണ്ടി വഴിപാടും യാഗവും അർപ്പിക്കുവാൻ ദൈവകാര്യങ്ങൾ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. അപ്പോൾ ഒരു പുരോഹിതന്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവകാര്യത്തിൽ ദൈവത്തിന്റെ മുൻപാകെ മനുഷ്യർക്ക് വേണ്ടി നിൽക്കുക. എന്തിനു വേണ്ടി നിൽക്കുക? മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ. ഇവിടെ നമ്മുടെ കർത്താവായ യേശുവിനെ നമ്മൾ കാണുന്നത് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുക. ഏത് മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്നു? എപ്പോഴാണ് യേശു ക്രിസ്തു ഈ ചെയ്തത്? യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിതം, അതിനുശേഷമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മരണം. എന്നാൽ യേശു ക്രിസ്തുവിന്റെ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ചില്ല. 3-ാം ദിവസം യേശു കല്ലറ തുറക്കുവാനായിട്ട് കാരണമായി തീർന്നു. യേശു ക്രിസ്തു ഉയർക്കപ്പെട്ടു ഉയർക്കപ്പെട്ട് സ്വർഗ്ഗാരോഹണം ചെയ്ത യേശു നേരെ കടന്നുപോയിട്ട് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ അടുക്കൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പ്രവചന ശുശ്രൂഷ യേശു ഈ ലോകത്തിലായിരുന്ന സമയത്ത് യേശു ചെയ്യുവാനായിട്ട് കാരണമായി തീർന്നു. എന്നാൽ യേശു ക്രിസ്തു ഇവിടുന്ന് സ്വർഗ്ഗാരോഹണം ചെയ്ത് സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ട് പിതാവിന്റെ വലത് ഭാഗത്ത് ഇന്ന് ഇപ്പോൾ ആയിരുന്നു കൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് പൗരോഹിത്യ ശുശ്രൂഷ. എന്താ ചെയ്യുന്നത്? അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു തുടർന്ന് ചെയ്യുവാൻ പോകുന്ന ഒരു ശുശ്രൂഷയാണ് രാജഭരണ ശുശ്രൂഷ. അത് എപ്പോഴാണ് തുടങ്ങുന്നത്? യേശുവും തന്റെ വിശുദ്ധന്മാരും കൂടെ ഒലിമലയിൽ വന്ന് കാലിയവിട്ടുമ്പോൾ യേശു ഇന്ന് പൗരോഹിത്യ ശുശ്രൂഷ സ്വർഗ്ഗത്തിൽ
ചെയ്യുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ആർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് പുരോഹിതന്റെ ധർമ്മം എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ദൈവത്തിന് മനുഷ്യർക്കും നടുവിൽ നിൽക്കുവാൻ തക്കവണ്ണം ഈ ലോകത്തിൽ ദൈവം ആദ്യമായിട്ട് ആദമിനെ സൃഷ്ടിച്ച് ദൈവത്തിന്റെ പർപ്പസ് നിറവേറ്റുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ ആദാം പാപം ചെയ്ത മുഖാന്തരമായിട്ട് ദൈവത്തിന്റെ പർപ്പസ് മാറ്റപ്പെട്ടു. എന്നാൽ അതിനുശേഷമായിട്ട് ദൈവം വീണ്ടും ഒരു വ്യക്തിയെ തെരഞ്ഞെടുക്കുവാൻ ഇടയായി തീർന്നു. അത് അബ്രഹാം ആയിരുന്നു. അബ്രഹാമിൽ കൂടെ ഒരു വലിയ ജനറേഷനെ ദൈവം തെരഞ്ഞെടുത്തു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളവിടെ കാണുന്നത് ദൈവം അവരെ കൊണ്ടുവന്ന് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചുകൊണ്ടുവന്നായിരിക്കുന്ന ഇസ്രായേൽ മക്കളെ സീനായ് മലയുടെ അടിവാരത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവം ഇപ്രകാരം അവരോട് കൽപ്പിക്കുകയുണ്ടായി, നിങ്ങൾ എനിക്ക് രാജകീയ പുരോഹിത വർഗമാകുന്നു. ദൈവം ഇസ്രായേൽ മക്കളെ ആസ് എ നേഷൻ ആരായിട്ട് കാണുവാൻ ഇടയായി തീർന്നു? ഒരു രാജകീയ പുരോഹിത വർഗമായിട്ട് കണ്ടു. അവർ ആർക്ക് പുരോഹിതന്മാരായിരുന്നു? അന്ന് ഇരുന്ന ജനത്തിന്, ലോകത്തിലുണ്ടായിരുന്ന മറ്റു ജനങ്ങൾക്ക് അവരെ പുരോഹിതന്മാരായി ദൈവം വെച്ചു. എന്താണ് ദൈവം അവർ കൂടെ ആഗ്രഹിച്ചത്? അവരെ മുഖാന്തരമായിട്ട് ലോകത്തിലെ സകല ജനത്തെയും ദൈവത്തിലേക്ക് നേടുവാൻ ദൈവം ആഗ്രഹിച്ചു. അവരെ കാണുമ്പോൾ ലോകം ഒരു കാര്യം മനസ്സിലാക്കണം, ഇവർ വാസ്തവമായിട്ട് ജീവനുള്ള ദൈവത്തിന്റെ മക്കൾ, ജീവനുള്ള ദൈവത്തെ അവർ കണ്ടുമുട്ടുവാൻ, ജീവനുള്ള ദൈവത്തിലേക്ക് അവർ കടന്നു വരുവാൻ ഇത് ഒരു മുഖാന്തരമാകണമെന്നുള്ളത് ദൈവം ആഗ്രഹിച്ചു. എന്നാൽ എന്താ സംഭവിച്ചു? ഈ ഇസ്രായേൽ മക്കൾ ലോകവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെതായിരിക്കുന്ന ഹിതത്തെ തള്ളിക്കളഞ്ഞ് വീണ്ടും പാപത്തിന് കീഴിൽ ആയിത്തീർന്നു. ഈ പ്രത്യേകമായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുവാനാണ് ദൈവം തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്. യേശുക്രിസ്തു ഈ ലോകത്തിൽ കടന്നു വന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ പ്രവർത്തിച്ചു, അവൻ മരിച്ചു, അവൻ ഉയർക്കപ്പെട്ടു. എന്നാൽ ഇന്ന് ആ യേശു എന്ത് ചെയ്യുന്നു? ഇന്ന് യേശു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ ഇന്ന് പുതിയ നിയമത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പുതിയ നിയമ വിശ്വാസികളെ എന്തായിട്ട് ദൈവം കാണുന്നു? 1 പത്രോസ് ലേഖനം അതിന് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശനെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും ഒരു രാജകീയ പുരോഹിത വർഗവും. ഇന്ന് പുതിയ നിയമസഭ മുഴുവനായിട്ട്, പുതിയ നിയമസഭ മൊത്തമായിട്ട് ആരായിരിക്കുന്നു? രാജകീയ പുരോഹിത വർഗമായിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പുതിയ നിയമസഭയിൽ ആരെല്ലാം ഉണ്ട്? അവരെല്ലാവരും പുരോഹിതന്മാരാണ്. പുരോഹിതന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം. പാപത്തിന്റെ അടിമത്തത്തിൽ കിടക്കുന്നവരല്ല പുരോഹിതന്മാർ. അവർക്ക് എന്ത് വേണം? മിസ്രൈമിന്റെ അധീനതയിൽ നിന്നോ ഫറവോന്റെ അധീനതയിൽ നിന്നോ വിടുവിക്കപ്പെട്ടവരായിരിക്കണം ഈ രാജകീയ പുരോഹിത വർഗമാകേണ്ടത്. ഇന്ന് ഈ നിമിഷം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന്റെ മനസ്സുണ്ട്. എന്നാൽ എന്ത് വേണം? ഫറവോന്റെ അധീനതയിൽ നിന്ന് നാം വിടുവിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. മിസ്രൈമിന്റെ അധീനതയിൽ നിന്ന് വിടുവിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. ഒരു ചെങ്കടൽ കടക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതേ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ഓർത്തുകൊള്ളണമേ. എന്താണ് ഫറവോൻ വെളിപ്പെടുത്തുന്നത്? ഫറവോൻ വെളിപ്പെടുത്തുന്നത് പിശാചിനെ വെളിപ്പെടുത്തുകയാണ്. എന്നാൽ മിസ്രൈം എന്ത് വെളിപ്പെടുത്തുന്നു? ലോകത്തെ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തെ വിട്ടുകളയേണ്ട ഒരു വലിയ ചുമതല ദൈവം തന്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. അഥവാ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട് വേർപെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ മക്കളോട് ഇന്ന് പകൽക്കാലം ഈ നിമിഷം ഞാൻ ഓർപ്പിക്കട്ടെ, വാസ്തവത്തിൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഒരു സാധാരണപ്പെട്ട വ്യക്തിയായിട്ടല്ല. ഒരു പക്ഷെങ്കിൽ ഇന്നലെ രക്ഷിക്കപ്പെട്ടവനായിരിക്കാം. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് രാജകീയ പുരോഹിത വർഗമായിട്ടാണ്. ദൈവം നിങ്ങൾക്കൊരു വിളി തന്നിട്ടുണ്ട്. ദൈവം നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടി വിളിച്ചിരിക്കുന്നു? ഒരു രാജകീയ പുരോഹിത വർഗമായി. അങ്ങനെയെങ്കിൽ നമുക്കൊരു വലിയ ജോലിയുണ്ട്. എന്താണ് നമ്മുടെ ജോലി? ഈ രാജകീയ പുരോഹിത വർഗമല്ലാത്ത അഥവാ ഈ രക്ഷിക്കപ്പെടാത്തതായിരിക്കുന്ന ആരും തന്നെ ദൈവത്തിന്റെ മക്കളല്ല. ഒരുപക്ഷെ ക്രിസ്തീയ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവനായിരിക്കാം, ക്രിസ്തീയ മാതാപിതാക്കന്മാരാൽ വളർത്തപ്പെട്ടവനായിരിക്കാം. എന്നാൽ അതൊന്നും എന്റെ ദൈവത്തിന് മുൻപിൽ ഒരു വിഷയമല്ല. ദൈവത്തിന് മുൻപിൽ 2 കൂട്ടം ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ ദൈവത്തിന്റെ മകൻ അല്ലെങ്കിൽ പിശാചിന്റെ മകൻ. ഒന്നുകിൽ ദൈവത്തിന്റെ മക്കൾ അല്ലെങ്കിൽ പിശാചിന്റെ മക്കൾ. ഇതല്ലാതെ ഇതിനിടയിൽ വേറെ ആരും തന്നെ ഇല്ല. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, ആദാം പാപം ചെയ്ത മുഖാന്തരമായിട്ട് സകല മനുഷ്യരും പിശാചിന്റെ മക്കളായി തീരുവാൻ കാരണമായി തീർന്നു. പിശാചിന്റെ മക്കൾ ജനിക്കുമ്പോൾ തന്നെ പിശാചിന്റെ മകനാണ്, ജനിക്കുമ്പോൾ തന്നെ പിശാചിന്റെ മകളാണ്. ഈ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ മറ്റാർക്കും തന്നെ സാധ്യമല്ല. എന്നാൽ ഈ സ്ഥാനത്ത് നിന്ന് ഒരു വിടുവിക്കപ്പെടുവാൻ സാധ്യമാകുന്നുവെങ്കിൽ യേശുക്രിസ്തു അതിനുവേണ്ടി കാൽവരിയിൽ മരിക്കുവാനായിട്ട് കാരണമായി തീർന്നു. എന്താണ് ജീവിതത്തിൽ വേണ്ടത്? യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ മകനായി തീരുക. യോഹന്നാന്റെ
സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 9, 10, 11, 12 വാക്യങ്ങളൊക്കെയും ഇപ്രകാരം പറയുന്നുണ്ട്. അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസ്തയേവക്കം ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് പകൽക്ക് ഈ നിമിഷം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവമക്കളാകുവാൻ ദൈവം നിങ്ങൾക്ക് അധികാരം തന്നു. എവിടുന്ന് അധികാരം തന്നു? യേശുവിനെ കൈക്കൊള്ളുമ്പോൾ, ദൈവവചനം അക്സെപ്റ്റ് ചെയ്യുമ്പോൾ, ദൈവവചനത്തെ നാം അനുസരിക്കുമ്പോൾ എന്നെയും നിങ്ങളെ രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചിരിക്കുന്നു. ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? ഞാൻ ഇന്ന് പുരോഹിതൻ ദൈവത്തിന് മുൻപാകെ ഒരു മനുഷ്യർക്ക് വേണ്ടി പുരോഹിതനായിരിക്കുന്നു. ആർക്ക് വേണ്ടി? ദൈവത്തെ സ്വീകരിക്കാത്ത, യേശുവിനെ സ്വീകരിക്കാത്ത എല്ലാവർക്കും വേണ്ടി നിൽക്കുവാൻ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വാസ്തവമായി നീ ദൈവത്തിന്റെ പൈതലാകുന്നുവെങ്കിൽ, രാജകീയ പുരോഹിത വർഗമായി ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ഒന്ന് മറന്നു കളയരുത്. നിന്റെ ജീവിതം എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ജീവിതമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് ലോകത്തെ ജാതികൾ ഒന്ന് കാണണം, ഈ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വെറും വാക്കിൽ കൂടെ അല്ല, പ്രവൃത്തിയിൽ കൂടെ ഈ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് ആവശ്യമായിരിക്കുന്നത്? ഈ പുതിയ നിയമത്തിലോ സകലവിധമായിരിക്കുന്ന വിശ്വാസികളും രാജകീയ പുരോഹിത വർഗമാണ്. ആർക്ക് വേണ്ടി അവർ ആയിരിക്കുന്നത്? ജാതികൾക്ക് വേണ്ടി ആയിരിക്കുന്നു. ജാതികൾക്ക് വേണ്ടി, ഒന്നുകിൽ ദൈവത്തിന്റെ ജനം അല്ലെങ്കിൽ ജാതികൾ. ഈ രണ്ട് കൂട്ടർ ജാതികൾക്ക് വേണ്ടി ദൈവത്തിന്റെ ജനം പുരോഹിതന്മാരായിരിക്കുന്നു. എന്നാൽ ഇന്ന് കർത്താവായ യേശുക്രിസ്തു ആർക്ക് പുരോഹിതനായിരിക്കുന്നു? അവിടെ അപ്പോസ്തലനായ യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നു. എന്നാൽ ഒരുത്തൻ പാപം ചെയ്തെങ്കിലോ? ഇത് ആരോടാ പറയുന്നത്? കുഞ്ഞുങ്ങളോടാ പറയുന്നത്. ആരാണ് കുഞ്ഞുങ്ങൾ? യേശുവിനെ സ്വീകരിച്ചവരുടെ മക്കളോട്. അവരാരോ? ദൈവത്തിന്റെ മക്കൾ അഥവാ ദൈവത്തിന്റെ പൈതലായിരിക്കുന്നവർക്ക് വേണ്ടി യേശുവെന്ന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എനിക്കും നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ജാതികൾക്ക് വേണ്ടി, ദൈവത്തെ സ്വീകരിക്കാത്തവർക്ക് വേണ്ടി യേശുവെന്ന് പുരോഹിതനായി ശുശ്രൂഷിക്കുന്നില്ല. കാരണം അവർക്ക് വേണ്ടി എന്ത് ചെയ്യണമോ അതെല്ലാം യേശു ഓൾറെഡി ചെയ്തിരിക്കുക. പിന്നീട് അവർ വിശ്വാസമായിട്ട് ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. എന്നാൽ ഇപ്പോൾ എന്താ വേണ്ടത്? ഇന്ന് വിശ്വാസികൾക്ക് വേണ്ടി യേശു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി യേശു ക്രിസ്തു പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നുവെന്ന് യേശു ക്രിസ്തുവിന്റെ ആ വസ്ത്രം വെളിപ്പെടുത്തുന്നതായ സമയത്ത് ഇന്ന് ഈ നിമിഷത്തിൽ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ചില പ്രധാനതകൾ മാത്രം ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് കർത്താവ് ഞാൻ താല്പര്യപ്പെടുകയാണ്. എന്താണ് അവിടെ വെളിപ്പെടുത്തുന്നത്? യേശു ക്രിസ്തു പുരോഹിതനായിരിക്കുന്നു. അതുകൊണ്ട് നമുക്കുള്ള ഗുണമെന്ന് എപ്രകാരമുള്ള പൗരോഹിത്യമാണ് കർത്താവായ യേശു ക്രിസ്തു പ്രാപിക്കുവാനായിട്ട് ഇടയായി തീർന്നത്? ഒന്നാമതായിട്ട് എബ്രായലേഖനം 7-ാം അധ്യായം 23, 24 വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരട്ടെ. മരണം നിമിത്തം അവർക്ക് നിലനിൽപ്പാൻ മുടക്കം വരികൾ കൊണ്ട് പുരോഹിതന്മാർ ആയിത്തീർന്നവർ അനേകരാകുന്നു. ഇവനോ എന്നേക്കും ഇരിക്കുന്നുകൊണ്ട് മാകാത്ത പൗരോഹിത്യമാകുന്നു പ്രാപിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു പുരോഹിതൻ പിതാവിന്റെ മുൻപിൽ വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ യേശു ക്രിസ്തുവാകുന്ന പുരോഹിതൻ എന്തോ ചെയ്യുവാനായിട്ട് കാരണമായിരിക്കുന്നു? എന്താണ് യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ പ്രത്യേകത? അവിടെ നമ്മൾ കാണുന്നത് പഴയ നിയമത്തില് അനേക പുരോഹിതന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അനേക പുരോഹിതന്മാര് ഈ പുരോഹിതന്മാർ പൗരോഹിത്യ ശുശ്രൂഷ വേണ്ടി കടന്നു വന്നു. അഹരോൻ മരിച്ചു, അഹരോന്റെ മക്കൾ കടന്നു വരികയാണ്. അഹരോന്റെ മക്കൾ മരിച്ചു, അവരുടെ മക്കൾ കടന്നു വരികയാണ്. അങ്ങനെ അനേക പുരോഹിതന്മാർ മാറ്റപ്പെടുന്നു. എന്തുകൊണ്ട് അപ്രകാരം ഉണ്ടാകുവാൻ കാരണമായി തീർന്നു? അഹരോന് നിത്യകാലം ജീവിക്കുവാൻ സാധിക്കാഞ്ഞതുകൊണ്ട് അഹരോന്റെ പൗരോഹിത്യം മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. തന്റെ മരണം കൊണ്ട് മറ്റൊരു വ്യക്തിക്ക് തന്റെ പൗരോഹിത്യ ശുശ്രൂഷ മാറ്റിക്കൊടുക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാവുന്നത് പ്രാപിച്ചത്. കർത്താവായ യേശുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഒന്നാമത്തെ പ്രത്യേകത, അവൻ ഈ മാറാത്ത പൗരോഹിത്യം ഒരിക്കൽ പോലും അത് തീർന്നു പോകുന്നതല്ല, ഒരിക്കൽ പോലും മറ്റൊരാൾക്ക് വേണ്ടി കൈമാറുന്നതല്ല. യേശു ക്രിസ്തു തന്നെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ കാരണമായിരിക്കുന്നു. യേശു തന്നെ പുരോഹിതനായിരിക്കുന്നു. എന്താണ് ഈ മാറാത്ത പൗരോഹിത്യം കൊണ്ടുള്ള പ്രത്യേകത? എന്താണ് ഒരു വ്യത്യാസം? എന്നാണ് ഇന്നലെ കഴിഞ്ഞ നാളുകളിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഒന്ന്, അഹരോൻ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു. എന്നാൽ അഹരോൻ ശേഷമായിട്ട് അഹരോന്റെ മകൻ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എന്നാൽ രണ്ടുപേരുടെയും ഈ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ രണ്ട് വ്യത്യസ്തമായ സ്വഭാവങ്ങൾക്ക് അവർ അടിമകളാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയപ്പോൾ, ഏലിയുടെ കാലത്തിലേക്ക് നാം കടന്നു വന്നു
നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു പരിതാപകരമായിരിക്കുന്ന അന്തത്തിലേക്ക് ഈ പൗരോഹിത്യ ശുശ്രൂഷ മാറ്റപ്പെടുകയാണ്. എന്തുകൊണ്ട്? അതിന് ഒരാൾക്ക് പിന്നാലെ കടന്നു വന്ന വ്യക്തി അത്രത്തോളം ദൈവത്തോട് ഭക്തിയില്ലാത്ത ഒരു വ്യക്തിയായി മാറ്റപ്പെട്ടു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കാലങ്ങൾ മുൻപോട്ട് കടന്നുപോയപ്പോൾ ജനത്തോടൊരു മമതയില്ലാതെ, ജനത്തോട് സന്തോഷമില്ലാത്ത ഒരവസ്ഥയിലേക്ക് അവർ മുൻപോട്ട് കടന്നു പോകുവാനായിട്ട് കാരണമായി തീർന്നു. എന്നാൽ ഈ അഹരോന്റെ പൗരോഹിത്യം പോലെ അല്ല കർത്താവായ യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യം. എന്താണ് സംഭവിച്ചത്? ഇത് എന്നേക്കും ഇരിക്കുന്നതാകുന്നു, ഒരിക്കൽ പോലും മാറാത്തതാ. എന്തുകൊണ്ട്? അതുകൊണ്ടുള്ള ഗുണമെന്ന് യേശു ക്രിസ്തു ഒരിക്കലും എല്ലായ്പ്പോഴും യേശുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ യേശു സ്ഥിരമായി ചെയ്യുന്നുവെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥമുണ്ട്. യേശു ക്രിസ്തു മാറാത്തവനായി ഇരിക്കുന്ന പോലെ ഇന്നും അവന് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കും. എന്താ അതിന്റെ അർത്ഥം? എന്നെയും നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ എന്റെ യേശു ശക്തനാണ്. എന്നെയും നിങ്ങളെ വിടുവിപ്പാൻ എന്റെ കർത്താവായ യേശു ശക്തനാണ്. പിതാവിന്റെ മുൻപിലോ എന്റെയും നിങ്ങളുടെ പാപത്തിന് വേണ്ടി പക്ഷവാദം കഴിക്കുവാൻ എന്റെ യേശു ശക്തനാണ്. എന്റെ യേശു ക്രിസ്തുവിന്റെ പ്രത്യേകതയുണ്ട്. അവന്റെ പൗരോഹിത്യം ഒരിക്കലും